സത്യഭാമ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കാറോടിക്കുമ്പോൾ ഡോക്ടർ രമേഷ് ഭട്ട് മൊബൈലിൽ ഡോക്ടർ നഞ്ചപ്പയെ വിളിച്ചു. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈലിൽ ഫോൺ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറെ നിവൃത്തിയില്ല. നാരായണ ഹെഗ്ഡെയുമായി അഭിനയിച്ച് ഏതോ ആൾമാറാട്ടക്കാരൻ സിത്താരയെ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് തടയണം. ബെല്ലടിച്ചെങ്കിലും ഡോക്ടർ നഞ്ചപ്പ ഫോൺ എടുത്തില്ല. ഹോസ്പിറ്റലിലെത്താൻ ഇനിയും 20 മിനിറ്റെങ്കിലും എടുക്കും. വൈകുന്നേരം 6 മണിക്ക് മംഗലാപുരം നഗരത്തിലെ ട്രാഫിക് അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. കോൾ കട്ട് ചെയ്തിട്ട് ഡോക്ടർ ഭട്ട് വീണ്ടും നഞ്ചപ്പയെ വിളിച്ചു. പനമ്പൂർ പിന്നിട്ട് കാർ ലേഡി ഹില്ലിലേക്ക് കടക്കുകയായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ നഞ്ചപ്പ ലൈനിൽ വന്നു. ഹലോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. ഞാൻ വരും മുമ്പ് സിത്താരയെ ഡിസ്ചാർജ് ചെയ്യരുത്, ഡോക്ടർ ഭട്ട് അഭ്യർത്ഥിച്ചു. സോറി ഡോക്ടർ, മിസ്റ്റർ ഹെഗ്ഡെ അല്പം ധൃതിയിലാണ്. അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഹീ ഈസ് റെഡി ടു പേ ദി ഹോൾ എമൗണ്ട് ആൻഡ് ടേക്ക് ഹെയർ അവേ. നമുക്കതല്ലേ വേണ്ടത്? നമ്മുടെ തലവേദന തീരുമല്ലോ, ഡോക്ടർ നഞ്ചപ്പ സന്തോഷം മറച്ചു വയ്ക്കാതെ പറഞ്ഞു. അങ്ങനെയല്ല ഡോക്ടർ, അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് യഥാർത്ഥ ഹെഗ്ഡെയല്ല. ഇതിലെന്തോ തട്ടിപ്പുണ്ട്. നമ്മൾ അതേക്കുറിച്ചൊക്കെ എന്തിനു ചിന്തിക്കണം? ബിൽ എമൗണ്ട് എത്രയാണെന്നറിയാമോ? 1,00,000-അടുത്ത് വരും. 98,000 റുപ്പീസ്. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര തുകയല്ല ഡോക്ടർ, ഡോക്ടർ നഞ്ചപ്പ വാദിച്ചു. ഹാമിൽട്ടൺ സർക്കിളിലെത്തിയപ്പോൾ ട്രാഫിക് സിഗ്നലിനായി കാർ നിർത്തേണ്ടി വന്നു ഡോക്ടർ ഭട്ടിന്. അദ്ദേഹം സ്വയം ശപിച്ചു. ഹോസ്പിറ്റലിലെത്താൻ കൂടുതൽ വൈകും. ഡോക്ടർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ പ്ലീസ്, അദ്ദേഹം വീണ്ടും ഡോക്ടർ നഞ്ചപ്പയോട് അപേക്ഷിച്ചു. പക്ഷേ പെട്ടെന്ന് കോൾ മുറിഞ്ഞു. താൻ ഹോസ്പിറ്റലിൽ ചെല്ലും മുമ്പ് സിത്താരയെ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ നഞ്ചപ്പ പണം വാങ്ങുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. 5 മിനിറ്റോളം എടുത്തു ട്രാഫിക് സിഗ്നൽ പച്ച ആകാൻ. കഴിയുന്നത്ര വേഗത്തിൽ ഡോക്ടർ ഭട്ട് കാർ ഓടിച്ചു. ഹോസ്പിറ്റലിലെത്താൻ പ്രതീക്ഷിച്ചതിലും 10 മിനിറ്റ് എടുത്തു. കാർ പാർക്കിങ്ങിൽ വണ്ടിയിട്ടിട്ട് ഡോക്ടർ നഞ്ചപ്പയുടെ മുറിയിലേക്ക് ഡോക്ടർ ഭട്ട് ഓടിച്ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ സഫാരി സൂട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരനും സിൽക്ക് സാരി ഭംഗിയായി ഉടുത്ത യുവതിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ നഞ്ചപ്പയുടെ മുഖത്ത് പരിഭ്രമത്തിൻ്റെ വേലിയേറ്റമുണ്ടായിരുന്നു. ഡോക്ടർ, യു കെയിം ഇൻ ടൈം. കാജലിനെ കാണാനില്ല. ഷീ ഈസ് മിസ്സിംഗ്, അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഭട്ട് ഞെട്ടിപ്പോയി. കാണാനില്ലെന്നോ? യെസ്, 10 മിനിറ്റ് മുമ്പ് വരെ അവൾ വാർഡിലുണ്ടായിരുന്നു. വിളിക്കാൻ ചെന്നപ്പോൾ അവളില്ല. ചെറുപ്പക്കാരിയും ചെറുപ്പക്കാരനും അക്ഷമരാണെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ ഡോക്ടർ ഭട്ടിന് തോന്നി. അവൾ എങ്ങോട്ടും പോവുകയില്ല, വേറെ ഏതെങ്കിലും വാർഡിൽ കാണും. എല്ലാവരുമായി അവൾ നല്ല കമ്പനിയാണ്. അദ്ദേഹം ഡോക്ടർ നഞ്ചപ്പയെ സമാധാനിപ്പിച്ചു. ബൈ ദ ബൈ, മീറ്റ് മിസ്റ്റർ നാരായണ ഹെഗ്ഡെ ആൻഡ് ഹിസ് വൈഫ് വിജയ. ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും ഡോക്ടർ നഞ്ചപ്പ പരിചയപ്പെടുത്തി. ഡോക്ടർ ഭട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരനോട് ഡോക്ടർ ഭട്ട് ചോദിച്ചു. യെസ്, ഡോക്ടർ രമേഷ് ഭട്ടല്ലേ? ആ കുട്ടിയെ ഞങ്ങളാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് പോയത്. ഡോക്ടർ ഭട്ട് ഞെട്ടിപ്പോയി. എത്ര സ്വാഭാവികമായിട്ടാണ് ഇയാൾ കള്ളം പറയുന്നത്. നിങ്ങളുടെ കാർഡ് തരൂ, ഡോക്ടർ ഭട്ട് ആവശ്യപ്പെട്ടു. ചെറുപ്പക്കാരെ പോക്കറ്റിൽ കൈയിട്ടു. സോറി, എടുക്കാൻ മറന്നു, അയാൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത്? കാസർകോട്ട് നിന്ന്. ശരിക്കും പറഞ്ഞാൽ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന്. ഞാനും വൈഫും കാറിൽ വരുമ്പോൾ റോഡ് വക്കിൽ ആ കുട്ടി ബോധരഹിതയായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടി നിങ്ങളുടെ ആരുമല്ല? അല്ല. പെട്ടെന്നാണ് ചെറുപ്പക്കാരന് അബദ്ധം മനസ്സിലായത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ്. അയാൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ വിട്ടത്. ആശ്വാസത്തോടെ രമേഷ് ഭട്ട് പുഞ്ചിരിച്ചു. താങ്ക് യു. ഈ കുട്ടി നിങ്ങളുടെ ആരുമല്ലാത്തതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് കൈമാറാൻ നിവൃത്തിയില്ല. കുട്ടിയുടെ ഐഡൻറ്റിറ്റിയുമായി വരൂ. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പരസ്പരം നോക്കി. മിസ്റ്റർ ഹെഗ്ഡെ, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? പെട്ടെന്ന് ഡോക്ടർ ഭട്ട് ചോദിച്ചു. ഹംപൻകട്ടയിലാണ്. അവിടെ ഏത് ഭാഗത്ത്? മിലാഗ്രഡ് ക്രോസ് റോഡ്. ഓക്കെ, നിങ്ങൾ നാളെ വരൂ. ഞാൻ പോലീസ് സ്റ്റേഷനുമായി അതിനു മുമ്പ് ഒന്ന് ബന്ധപ്പെട്ടിട്ടോട്ടെ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പോകാനായി എഴുന്നേറ്റു. ഓക്കെ, നാളെ വരാം. അവർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡോക്ടർ നഞ്ചപ്പ അരിശത്തോടെ എഴുന്നേറ്റു. എന്ത് ഫൂളിഷ്നെസ്സാണ് നിങ്ങൾ കാണിച്ചത്? എവിടുന്നോ ആരോ കൊണ്ടുവന്നേൽപ്പിച്ചൊരു പെണ്ണ്. അവളെ ആരോ കൊണ്ടുപോകട്ടെ, അതിന് നമുക്കെന്താ? നാളെ അവർ വരുമ്പോൾ ആ പെണ്ണിനെ ഞാൻ ഏൽപ്പിച്ചു വിടും. ഐ ആം ദി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഐ ഹാവ് ദി പവർ ടു. ഡോക്ടർ ഭട്ട് മെല്ലെ കൈ ഉയർത്തി. ഡോക്ടർ നഞ്ചപ്പ, മുംബൈ യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കുന്ന താങ്കളുടെ മകൾ അശ്വിനിക്കും കാജലിൻ്റെ അതേ പ്രായമാണ്. അവൾക്ക് ഇതുപോലൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഓർമ്മ നഷ്ടപ്പെട്ട് കിടന്നാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും ഇതുപോലെ ചെയ്യണം അല്ലേ? ഡോക്ടർ നഞ്ചപ്പ പകച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഭട്ട് വാർഡിലേക്ക് നടന്നു. എതിരെ അപ്പോൾ നിർമ്മല തോമസ് വന്നു. നിർമ്മല, കാജലിനെ കാണാനില്ലെന്ന്. അവൾ പെട്ടെന്ന് പുഞ്ചിരിച്ചു. കാജലിനെ ഞാൻ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു കാർഡിയോളജിയിൽ. അവർ പോയില്ലേ ഡോക്ടർ? പോയി. താങ്ക് യു നിർമ്മല. അദ്ദേഹം സിത്താരയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ അപ്പോൾ കിടക്കയിൽ ആലോചനയായി ഇരിക്കുകയായിരുന്നു. ഡോക്ടറെ കണ്ട് അവൾ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. ഡോക്ടർ, എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വന്നു.
ഇന്ന് കാർഡിയോളജിയിലെ കമ്പ്യൂട്ടർ കണ്ടപ്പോഴാണ് എനിക്ക് അക്കാര്യം ഓർമ്മ വന്നത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഒരു IT കമ്പനിയിൽ. അതിൻ്റെ പേര് ഓർമ്മയുണ്ടോ മോൾക്ക്? പ്രതീക്ഷയോടെ അദ്ദേഹം ചോദിച്ചു. ഇല്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ എൻ്റെ കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാറിൻ്റെ നമ്പർ ഓർമ്മയുണ്ടോ മോൾക്ക്? ഇല്ല. അദ്ദേഹം അവളുടെ ശിരസിൽ വാത്സല്യത്തോടെ തലോടി. സാരമില്ല, എല്ലാം ഓർമ്മ വരും, എല്ലാം, അദ്ദേഹം പറഞ്ഞു. സിത്താര മെല്ലെ കണ്ണുകൾ അടച്ചു. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കയറിയ കറുത്ത നിറമുള്ള വോക്സ് വാഗൺ കാർ അപ്പോൾ സത്യഭാമ മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. സുരി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ചെറുപ്പക്കാരി ചോദിച്ചു. കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല. ഡാഷ്ബോർഡിൻ്റെ മീതെ ഇരുന്ന മൊബൈൽ അപ്പോൾ ബെല്ലടിക്കാൻ തുടങ്ങി. അതാരാണെന്ന് നോക്കൂ സത്യ, സുരേന്ദർ ആവശ്യപ്പെട്ടു. സത്യ മൊബൈൽ എടുത്ത് നോക്കി. ഗൗഡയാണ്, ഭയത്തോടെ അവൾ പറഞ്ഞു. എങ്കിൽ ഇപ്പോൾ എടുക്കണ്ട, പിന്നെ വിളിക്കാം. മുരുകന് 1,00,000 രൂപയുടെ പുത്തൻ നോട്ടുകളാണ് എണ്ണിക്കൊടുത്തത്. ഒന്നുകിൽ ആ പെണ്ണ്, അല്ലെങ്കിൽ പണം, രണ്ടിലൊന്ന് ഗൗഡയ്ക്ക് കിട്ടിയേ തീരൂ. അതിനെന്ത് വഴി? അവൾ ചോദിച്ചു. കണ്ടുപിടിച്ചേ പറ്റൂ. കാർ മെല്ലെ ട്രാഫിക്കിലേക്ക് അലിഞ്ഞു ചേർന്നു. വേണാട് എക്സ്പ്രസ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞ് 20 മിനിറ്റായിരുന്നു സമയം. ബാഗുമായി ദീപ്തി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. തിരക്കിൽ നിന്ന് മാറി നിന്ന് അവൾ സദാശിവൻ നായരുടെ നമ്പറിൽ വിളിച്ചു. നേരെ എൻട്രൻസിൻ്റെ അവിടേക്ക് വാ മോളെ. അങ്കിൾ ഇവിടെയാണ്, അയാൾ പറഞ്ഞു. താങ്ക് യു അങ്കിൾ. അവൾ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ സദാശിവൻ നായർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്കിൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, 10 മിനിറ്റായി കാണും, അത്രയേ ഉള്ളൂ. വർക്കലയിൽ വണ്ടി എത്തിയപ്പോൾ അവൾ വിളിച്ചറിയിച്ചിരുന്നു. അവൾ കാറിനടുത്തേക്ക് നടന്നു. യാത്രയ്ക്ക് സുഖമായിരുന്നോ? സുഖമായിരുന്നു അങ്കിൾ. ആൻറ്റി ഇന്ന് വരാനിറങ്ങിയില്ലേ? കോമളം വീട്ടിൽ പോയിരിക്കുക. പിന്നെ അശ്വതി തനിച്ചല്ലേയുള്ളൂ. അല്ലെങ്കിൽ അവൾ വന്നേനെ. പുറത്തേക്ക് പോകാൻ കിട്ടുന്ന ഒരവസരവും വിട്ടുകളയുന്നവളല്ലല്ലോ മാലതി. രണ്ടുപേരും ചിരിച്ചു. അവർ ഇന്ത്യവരത്തിൽ എത്തിയപ്പോൾ ഡ്രോയിങ് റൂമിൽ മാലതി TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അശ്വതി ഉറങ്ങിയോ? ദീപ്തി ചോദിച്ചു. ഇല്ല, പഠിക്കുകയാണെന്ന് തോന്നുന്നു. അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു. കണ്ണുകൾ അടച്ചു മലർന്ന് കിടക്കുകയായിരുന്നു അശ്വതി. ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്ന് നോക്കിയെങ്കിലും മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. ഉറങ്ങുകയായിരുന്നോ? പാവം ആൻറ്റി വിചാരിച്ചു നീ കുത്തിയിരുന്ന് പഠിക്കുകയാണെന്ന്. ദീപ്തി എയർബാഗ് അവളുടെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ടും അശ്വതി ഒന്നും മിണ്ടിയില്ല. നീ എന്തിനെങ്ങനെ എയർ പിടിച്ച് കിടക്കുന്നേ? അതോ ഉറക്കത്തിനും ഭംഗം വന്നതിൻ്റെ ദേഷ്യമാണോ? ഇങ്ങോട്ട് നീ വന്നത് ട്രെയിനിലോ അതോ കാറിലോ? പെട്ടെന്ന് അശ്വതി ചോദിച്ചു. ട്രെയിനിൽ. എന്താ ഇങ്ങോട്ട് രാജീവ്മേനോനെ കിട്ടിയില്ലേ? ദീപ്തിക്ക് പെട്ടെന്ന് രോഗം മനസ്സിലായി. അങ്ങോട്ട് രാജീവേട്ടൻ്റെ കാറിലാണ് പോയത്. എന്തൊരു രസമായിരുന്നോ? കൊല്ലത്തും ആലപ്പുഴയിലും വണ്ടി നിർത്തി എനിക്ക് ഇഷ്ടംപോലെ ഐസ്ക്രീം മേടിച്ചു തന്നു. അശ്വതി എഴുന്നേറ്റിരുന്നു. വേറൊന്നും തന്നില്ലേ? ഈശയോടെ അവൾ ചോദിച്ചു. ഇല്ല, പകരം രാജീവേട്ടന് ഞാനൊരു കാര്യം കൊടുത്തു. എന്താണ്? ഒരു കിസ്. അശ്വതി വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. അവൾ പൊട്ടിച്ചിരിച്ചു. രണ്ടാളും കഴിക്കാൻ വാ. താഴെ നിന്നും മാലതിയുടെ വിളി വന്നു. നുണ. രാജീവേട്ടൻ അത്ര ചീപ്പൊന്നുമല്ല. നിന്റെ ആഗ്രഹം നീ പറഞ്ഞതാ. നീ വലിഞ്ഞു കയറി ചെന്തുകൊണ്ട് മാത്രമാണ് കാറിൽ രാജീവേട്ടൻ കൊണ്ടുപോയത്. അന്തസ്സുള്ളൊരു പെണ്ണും ആരുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒറ്റയ്ക്കിങ്ങനെ പോകത്തില്ല, അതൃപ്തിയോടെ അശ്വതി പറഞ്ഞു. ആര് പറഞ്ഞു രാജീവേട്ടൻ അന്യനാണെന്ന്? രാജീവേട്ടൻ എൻ്റെ എല്ലാമാണ്. കുസൃതിയോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ദീപ്തി താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഡൈനിങ് റൂമിൽ അപ്പോൾ സദാശിവൻ നായരും മാലതിയും കാത്തിരിപ്പുണ്ടായിരുന്നു. അശ്വതി എന്താ വരാഞ്ഞത്? വരും ആൻറ്റി. കുറേ നേരം കഴിഞ്ഞാണ് അവൾ താഴേക്ക് വന്നത്. ആരോടും ഒന്നും മിണ്ടാതെ അല്പം കഴിച്ചെന്ന് വരുത്തി അവൾ ഉടൻ എഴുന്നേറ്റ് പോയി. മുറിയിൽ ചെന്നപ്പോൾ ദീപ്തിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം അവൾ കേട്ടു. ആകാംക്ഷയോടെ അതെടുത്ത് നോക്കി. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. രാജീവ് അയച്ച മെസ്സേജായിരുന്നു അത്. അശ്വതി പകയോടെ അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ കട്ടിലിൽ കിടന്നിട്ട് ഉറക്കം നടിച്ചു. അല്പനേരം കഴിഞ്ഞ് ദീപ്തിയും വന്ന് ഉറങ്ങാൻ കിടന്നു. അശ്വതിക്ക് പെട്ടെന്നൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ അവൾ ഗാഠനിദ്രയിലായിരുന്ന സമയത്താണ് ദീപ്തിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് കൂടി വന്നത്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ദീപ്തി അത് വായിച്ച് പുഞ്ചിരിച്ചു. രാജീവ് അയച്ച മെസ്സേജായിരുന്നു അത്. അവൾ അപ്പോൾ തന്നെ ഒരു ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചു. ഉടൻ തന്നെ അയാളുടെ കോൾ വന്നു. അശ്വതി കേൾക്കാതിരിക്കാനായി അവൾ മൊബൈലുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. എന്താ രാജീവേട്ട? ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. ഇത് മര്യാദയല്ല, അയാൾ പറഞ്ഞു. അവൾ അമ്പരന്നു. ഏത്? ഇന്നലെ ഞാനൊരു ഗുഡ് നൈറ്റ് തന്നിട്ട് തിരിച്ചൊരെണ്ണം തരാൻ തോന്നിയില്ലല്ലോ, അയാൾ പരിഭവം പറഞ്ഞു. ഇന്നലെ എനിക്ക് ഗുഡ് നൈറ്റ് അയച്ചെന്നോ? സത്യമായും കിട്ടിയില്ല. ഗുഡ് നൈറ്റ് മാത്രമല്ല, ഒരു സ്വീറ്റ് ഡ്രീംസും ഉണ്ടായിരുന്നു. എപ്പോഴാണ് അയച്ചേ? 11-ന് മുമ്പാണ്. അത് ഡെലിവർ ചെയ്തതിൻ്റെ റിപ്പോർട്ടും എനിക്ക് കിട്ടിയല്ലോ. എന്താണ് ആ മെസ്സേജിന് സംഭവിച്ചതെന്ന് ദീപ്തിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. അത് വേറൊരാൾക്കായിരിക്കും കിട്ടിയത്. കിട്ടിയ ആൾ മിണ്ടിയതുമില്ല, അവൾ പറഞ്ഞു. അതാരാണ്? രാജീവേട്ടനെ ഭ്രാന്തമായി ആരാധിക്കുന്ന മറ്റൊരു പെണ്ണ്. അയാൾക്ക് കൗതുകമായി. അതാരാണ്? തൽക്കാലം അറിയണ്ട. അവളെക്കാളും എന്തുകൊണ്ടും നല്ല പെണ്ണ് ഞാനാണ്. ഞാനത് വിശ്വസിക്കുന്നു. അവൾ ചിരിച്ചു. രാജീവേട്ട, ഐ വാണ്ട് ടു സീ യു. പെട്ടെന്ന് അവളുടെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. യെസ്, നമുക്ക് കാണാം. എപ്പോഴാണ് സൗകര്യം? രാജീവ് ചോദിച്ചു. ഇന്ന് തന്നെ. ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്.
എന്താണ് ഇത്ര അർജൻസി? എനിക്ക് സംസാരിക്കാനുണ്ട്, ചില സീരിയസ് മാറ്റേഴ്സ്. എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ മാറി, പക്ഷേ ചിലത് അവശേഷിക്കുന്നു. ഓക്കെ, ഐ ആം റെഡി. എവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും? അയാൾ ചോദിച്ചു. രാജുവേട്ടൻ പറയൂ, ഞാൻ അവിടെ വരാം. അയാൾ ഒരു നിമിഷം ആലോചിച്ചു. എയർപോർട്ട് റോഡിൽ ഒരു പുതിയ ഹോട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഹോട്ടൽ മേഫ്ലർ. അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, എ ക്വയറ്റ് പ്ലേസ്. ഞാൻ അവിടെ വരാം 3 മണിക്ക്, അവൾ പറഞ്ഞു. ഗ്രേറ്റ്. രാജീവ് തൃപ്തിയോടെ ഫോൺ വെച്ചു. കാര്യങ്ങൾ ആലോചിച്ച വഴിയിൽ തന്നെ നീങ്ങുകയാണ്. ദീപ്തി ഏതാണ്ട് വീണു കഴിഞ്ഞു. അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം. റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ തയ്യാറായ അവളെ ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരില്ല. പതിവിൽ നേരത്തെ അന്ന് അയാൾ കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഓഫീസിലെത്തി. ഉച്ചകഴിഞ്ഞ് ദീപ്തിയെ കാണാൻ പോകുന്നതുകൊണ്ട് അയാൾ ലഞ്ചിന് മുമ്പ് അത്യാവശ്യ ജോലികളെല്ലാം തീർത്തു. ലഞ്ച് കഴിഞ്ഞ് വന്നപ്പോൾ 1:30. മേഫ്ലർ ഹോട്ടലിലേക്ക് പോകാൻ അരമണിക്കൂറിലേറെ സമയം വേണ്ട. 2:30 ആയപ്പോൾ അയാൾ പുറത്തേക്ക് പോകാൻ എഴുന്നേറ്റു. അപ്പോൾ അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. നോക്കിയപ്പോൾ മിസ് താര മാധവാണ്. ദുശ്ശകുനമാണല്ലോ. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. മാഡമല്ല, താരയാണ്. യെസ്, അയാൾ ചിരി അഭിനയിച്ചു. ഞാൻ രാജുവിൻ്റെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ദാ 1 മിനിറ്റിനകം. പെട്ടെന്ന് ഡോർ തുറന്ന് താരാമാധവ് അയാളുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. അവൾ അയാളെ അടിമുടി നോക്കി. യു ലുക്ക് സോ യൂത്ത്ഫുൾ, സോ ചാമിങ്. എന്താണ്? ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ അവളെ ഒഴിവാക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. എൻ്റെ കൂടെ വരൂ. അവൾ അയാളെയും കൊണ്ട് ലിഫ്റ്റിൽ താഴേക്ക് പോയി. എന്നിട്ട് കൈ പിടിച്ച് കാറിലേക്ക് കയറ്റി. നമ്മൾ വെറുതെ പോകുന്നു, ചുമ്മാ. ഡ്രൈവർ കാറെടുത്തു. ദീപ്തി കാത്തിരിക്കും, അതോർത്ത് രാജീവ് ഞെട്ടി.